ഹായ് ഗൈസ്, ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ലോഞ്ച് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അവിടുത്തെ ലോഞ്ച് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഏതൊക്കെ കാർഡ് നമുക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ വിശേഷങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് കാണാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോ ആണിത്. നിങ്ങൾ കാണാം, എൻജോയ് ചെയ്യാം. പ്രൈം ക്ലാസ് ലോഞ്ചാണ് നമ്മുടെ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ മെയിൻ ലോഞ്ച്. അതല്ലാതെ ഒമാൻ എയറിൻ്റെ വേറൊരു ലോഞ്ചും കൂടി സെപ്പറേറ്റ് ഉണ്ട്. ഒരു ടി ഷേപ്പിലാണ് നമ്മുടെ ഈ ലോഞ്ച് നമുക്ക് കാണാൻ പറ്റുക. സ്റ്റാർട്ടിങ്ങിലെ റിസപ്ഷനിൽ നമ്മുടെ ടിക്കറ്റും നമ്മുടെ കാർഡും കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഡീറ്റെയിൽഡ് കാർഡിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ മൊത്തം കാണാം. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പിയാനോ, ഇലക്ട്രിക് പിയാനോ നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ച് കാണാം. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ തന്നെ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ അറിയുന്നവർക്ക് ഇത് പ്ലേ ചെയ്യാം. പക്ഷേ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവുന്നത് മാത്രം. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. എല്ലാ കീസും നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്. അധികം യൂസ് ചെയ്യാറില്ല എന്ന് നമുക്കിത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. ഈ രണ്ട് സൈഡിലോട്ടാണ്, അതൊരു ടി ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ലോഞ്ച് ഉള്ളത്. രണ്ട് സൈഡിലോട്ടും നീണ്ടു നിവർന്ന് കിടക്കുന്ന ലോഞ്ചാണ്. ലോഞ്ചിലോട്ട് കയറി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കിഡ്സ് ഏരിയ കാണാം. മിക്കവാറും നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കിഡ്സ് പ്ലേയിങ് ഏരിയയൊക്കെയാണ്. നല്ല രീതിയിൽ അവരിത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, വീഡിയോയിൽ കാണാൻ പറ്റുന്നത് പോലെ ഏതൊരു കുട്ടിക്കും വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടും നീറ്റായിട്ടും ഇവർ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിഡ്സ് ഏരിയയോട് ചേർന്ന് തന്നെ കുറച്ച് ഫാമിലി റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് മാതാപിതാക്കളും പിള്ളേരും ഒക്കെയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ റൂംസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഇത് കുറച്ചും കൂടിയും ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ബാച്ചിലേഴ്സിനധികം ഇവരെ എൻ്റർടൈൻ ചെയ്യുന്നില്ല ഇതിലേക്കുള്ള എൻട്രി. ഫാമിലി ഒക്കെയാണ്, വിത്ത് ചൈൽഡൊക്കെയാണ് ഇവർ കൂടുതലും ഈ ഒരു ഏരിയയിലേക്ക് എൻട്രി കൊടുക്കുന്നത്. ഈ ഒരു കർട്ടൻ നീക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു റൂമിനെ നമുക്ക് മാറ്റിയെടുക്കാം. നല്ലൊരു ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. അവിടെ നിന്ന് പുറത്തിറങ്ങി നമുക്ക് നേരെ രണ്ട് ഏരിയയിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുക. അതിൽ ആദ്യത്തെ ഏരിയയാണ് ഈ സിനിമ സെക്ഷൻ. നമുക്ക് റിസപ്ഷനിൽ ചോദിച്ചിട്ട് നമുക്ക് ഹെഡ്ഫോണൊക്കെ മേടിച്ച് ഈ ടി വിയിൽ നമുക്ക് ആവശ്യമുള്ള മൂവീസോ മറ്റ് സീരീസുകളോ നമുക്ക് പ്ലേ ചെയ്യാം, നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ഒരു സോഫ കുഷ്യൻ മോഡൽ വിത്ത് ലെഗ് റെസ്റ്റ് ഒക്കെ ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റുകളൊക്കെ കാണാം. നമ്മുടെ പ്രൈവറ്റ് ഡിവൈസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഹെഡ്ഫോൺസ് അവർ റിസപ്ഷനിൽ ചോദിച്ചാൽ ഹെഡ്ഫോൺസും നമുക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ഗെയിം സോണാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു മെസ്സിയുടെ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അവർ വീഡിയോസ് എല്ലാതും പ്ലേ ചെയ്യുന്നുണ്ട്. മെസ്സി ഫാൻസിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇവരിത് ഈ ഒരു ഏരിയ നല്ല ബ്ലൂ തീമൊക്കെ കൊടുത്തിട്ടാണ് അവരിത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ സോഫാസും നമുക്കിതിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അതിനോട് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സോസറിൻ്റെ ഒരു ചെറിയൊരു മിനി ഗ്രൗണ്ട് കാണാം. രണ്ട് പേർക്ക് ഇതിലിട്ട് കാലിട്ടിരുന്ന് മിക്കവാറും എന്തെങ്കിലും ചെറിയ പന്തൊക്കെ ഉപയോഗിച്ച് തട്ടുന്നതായിരിക്കണം ഇത്. അതിനോട് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സ്റ്റാൻഡ് കാണാം. ഇതിനകത്ത് നമുക്ക് ഇരുന്ന് ലിക്വർ മറ്റു കൺസ്യൂം ചെയ്യാൻ പറ്റും. ഈ ഒരു ഗെയിം എനിക്കിതിൻ്റെ പേര് അറിഞ്ഞുകൂടാ. ഞാൻ പല ഹോട്ടലുകളൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫോസ് ബോൾ ആണെന്നാണ് എനിക്ക് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത്. അതിനോട് അടുത്ത് തന്നെ അടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഫോസ് ബോൾ എന്ന് കിട്ടിയത്. മറ്റേതിൻ്റെ പേര് എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടാ. രണ്ടും ഒന്നാണെന്ന് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. കുറച്ച് ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ജേഴ്സി ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, പെപ്സിയുടെ ലോഗോ വെച്ച്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നേരെ ബില്ലിയാർഡ് സെഷനിലേക്കാണ്. ബില്ലിയാർഡ്സിന് വേണ്ട ബോൾസ് എല്ലാതും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ടേബിൾ നമുക്കൊരു ബില്ലിയാർഡ്സ് ടേബിൾ കാണാം. ഇവിടുത്തെ ആദ്യത്തെ ബ്ലൂ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് റെഡ് ടേബിളും കാണാം. ഇനി നമ്മൾ നേരെ നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാം, ഫാമിലിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഇതാണ് നമ്മുടെ കോമൺ ഏരിയ. എല്ലാ സീറ്റുകളുടെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ഈ പവർ സോക്കറ്റും USB ഇതും കാണാം. ഇതൊരു മിനി ഫുഡ് കൗണ്ടറാണ്. മീൻസ് മെയിൻ ഫുഡ് കൗണ്ടർ അല്ല. നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ഒരു ലോഞ്ചിൻ്റെ ഓരോ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് വരെ ഇതുപോലെയുള്ള കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. തിരക്ക് കുറയ്ക്കാനും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ മതി. ഈ നമ്മുടെ കോഫി മെഷീനും സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാതും ഈ ഒരു ഏരിയയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് മെയിൻ ഫുഡ് കൗണ്ടർ പരിചയപ്പെടാം. ഇതാണ് മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പ്രൈം ക്ലാസ് ലോഞ്ചിലെ മെയിൻ ഫുഡ് കോർട്ട് അല്ലെങ്കിൽ ഫുഡ് കൗണ്ടർ. ഇവിടെ നമുക്ക് ഇന്ത്യൻ ഡിഷസും ഇൻ്റർനാഷണൽ ഡിഷസും ഒരുപോലെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യാനുസരണം ഇതിനകത്ത് നിന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇൻക്ലൂഡിങ് സ്നാക്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിതൊരു ടോസ്റ്ററാണ്. ഇതിനകത്ത് നമുക്ക് കുബൂസ് മുതലായുള്ള ബ്രെഡ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ഹീറ്റ് ചെയ്ത് കഴിക്കാം. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പേരാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഡിഷസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് അവരുടെ ഒരു ഡെസേർട്ടാണ്. ഇതൊരുപാട് പേര് എടുക്കുന്നത് കണ്ടു, ഞാൻ എടുത്തില്ല. മെയിൻ ഫുഡ് കൗണ്ടറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഈ ഓരോ ഓപ്പൺ ബിവറേജ് കാണാം. നമുക്ക് ആൽക്കഹോൾ കൺസംഷൻ ഇവിടെ അലൗഡ് ആണ്. നിങ്ങൾക്ക് ഈ ടേബിളിൽ ഇരുന്നിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും വലത് ഭാഗത്തേക്ക് നടക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ഏരിയ നമുക്കവിടെ വരുന്നുണ്ട്. സ്മോക്കിംഗ് ഏരിയ ആണ് ആദ്യം അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞൊരു കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫുഡ് കോർട്ടും അതിന് ചുറ്റുമായിട്ട് നമുക്ക് നല്ല ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അറേഞ്ച്മെൻറ്റ്സും കാണാം. ഇവിടെ നമുക്ക് ഓപ്പൺ ഫുഡ് കോർട്ടാണ്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാം, ടേബിളിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റെസ്പെക്റ്റീവ് ചെയേഴ്സിൽ പോയി നിന്നിട്ട് നമുക്ക് ഫുഡ് എടുക്കാം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നേക്ക് നടക്കുകയാണെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് റൂമിൻ്റെ ഒരു ബോർഡ് കാണാം. ഇതിനകത്ത് 2 മീറ്റിംഗ് റൂമുണ്ട് എന്നാണ് അവർ അവിടെ കൊടുത്തിട്ടുള്ളത് പുറത്ത് എൻട്രൻസിൽ. നമുക്കിതിനകത്ത് കയറി ചെല്ലുമ്പോൾ ആദ്യം ഫസ്റ്റ് മീറ്റിംഗ് റൂം ഇവിടെ കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് മീറ്റിംഗ് റൂമും നമുക്ക് കാണാം. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് മീറ്റിംഗ് റൂം, അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നല്ല വിശാലമായ മുറി, കൂടാതെ കമ്പ്യൂട്ടർ, പ്രിൻറ്റേഴ്സ്, പിന്നെ നല്ല ചെയേഴ്സ്, ടേബിള്, മോണിറ്റർ, ഇതെല്ലാതും നമുക്ക് ഈ ഒരു മീറ്റിംഗ് റൂമിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് മസാജറാണ്. ഓട്ടോമാറ്റിക് നമുക്ക് റിമോട്ട് കൺട്രോളുള്ള ഈ ഒരു മസാജറിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. നമുക്ക് ഷൂ ഒക്കെ അഴിച്ച് ഞാൻ മസാജറിലിരിക്കുകയാണ്. ഈ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാനും ഫുൾ ഫ്ലാറ്റ് പോലെ നമുക്ക് സെറ്റപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് അതിനകത്ത് പറ്റും. കൂടാതെ ഓട്ടോമാറ്റിക് മോഡൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഓട്ടോമാറ്റിക് മസാജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാക്കിലേക്കാണ് ഫോഴ്സ് കൂടുതൽ വരുന്നത്. നമുക്ക് കൺട്രോളിൽ കാണാം നമുക്ക് ഏതൊക്കെയാണ് ഇപ്പോൾ കറൻറ്റ്ലി നടക്കുന്ന ആക്ഷൻസ്. ഇപ്പോൾ കാലിലാണ്, ഇപ്പോൾ ബാക്കിലാണ്, ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി നടക്കും. ഓക്കെ, അത് നമുക്ക് റിമോട്ടിൽ കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. മസാജിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ കിടക്കാനുള്ളൊരു പരിപാടിക്ക് നീങ്ങി. കാരണം ഫ്ലൈറ്റ് ഇനിയും ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് ഒന്ന് റീഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 മണിക്കൂർ നമ്മൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒന്ന് ഉഷാറായി. ഇനി 2 മണിക്കാണ് ഒമാൻ ടൈം, 2 മണിക്കാണ് പുലർച്ചെ 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതിന് റെഡി ആവുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് പേരുള്ള ഡൗട്ട് എങ്ങനെ ഈ ലോഞ്ചിലേക്ക് ഫ്രീ ആയിട്ട് കയറാമെന്നായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പത്തെ നമ്മുടെ വീഡിയോ കാണാത്തവർ നമ്മുടെ മുമ്പത്തെ ഈ ചാനലിൽ തന്നെ ലോഞ്ചിൻ്റെ വീഡിയോസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാർഡ് HDFC ബാങ്കിൻ്റെ ഡൈനേഴ്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് എഡിഷൻ കാർഡാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേൾഡിലെല്ലാ എയർപോർട്ടും
നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. എയർപോർട്ട് ലോഞ്ച് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ എനിക്ക് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ക്രെഡിറ്റ് കാർഡുകളിലെ ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നാട്ടിലത്തെ കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി പാസ്, നല്ല ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെയൊക്കെ പ്രയോറിറ്റി പാസ്, അതുപോലെ തന്നെ ഡ്രാഗൺ പാസ്, ഡ്രീം ഫോക്സിൻ്റെ ഒരു ആക്സസ് ഇത് ലോഞ്ച് കീ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ എൻറോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലോഞ്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ കാർഡിൻ്റെ ബാങ്ക് തരുന്ന, അതായത് ഇപ്പോൾ ഓരോ കാർഡിനും ഓരോ തരത്തിലുള്ള ലിമിറ്റാണ് ഓരോ ബാങ്ക് തരുന്നത്. ക്വാർട്ടേർലി വൺസ്, ഇയർലി വൺസ്, ഇയർലി 6 അങ്ങനെ പറഞ്ഞ പല കാറ്റഗറി ഉണ്ടാവും. നിങ്ങളുടെ ഏതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുമ്പോൾ ഇത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒമാൻ വഴി ട്രാൻസ്ഫർ പോകുന്നവർക്കും, ഒമാൻ വഴി നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലോഞ്ചാണ് പ്രൈം. ഈ ഒരു ലോഞ്ച്, പ്രൈം ക്ലാസ് ലോഞ്ച്, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. നല്ല സൗകര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.